ജോയിൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന ഡേറ്റില് ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സുമായി ജോയിൻ ചെയ്തേ പറ്റൂ. എന്തൊക്കെയാടോ താൻ ഈ പറയുന്നത്? അച്ഛനും അമ്മയും ഈ അവസ്ഥയിൽ കിടക്കുമ്പോ ഞാൻ എങ്ങനെയാ കോളേജിൽ പോകുന്നേ? താൻ വിചാരിക്കുന്ന പോലെ ഒരു കുട്ടിക്കളി അല്ലേ അത്? താൻ സർട്ടിഫിക്കറ്റ്സുമായി അവര് പറഞ്ഞിരിക്കുന്ന സമയത്ത് അവിടെ ഹാജരായില്ലെങ്കിൽ തനിക്ക് പിന്നെ അഡ്മിഷൻ കിട്ടാതെ വരും. എടോ തനിക്ക് പറഞ്ഞിരിക്കുന്ന സീറ്റ് സ്പോട്ട് അഡ്മിഷൻ വന്നിരിക്കുന്നവർ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞാ അച്ഛനും അമ്മ ഇങ്ങനെ കിടക്കുമ്പോ എനിക്ക് പോകാൻ പറ്റില്ല. തനിക്കെന്താ കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? എടോ അവര് പറഞ്ഞിരിക്കുന്ന ദിവസം അഡ്മിഷൻ എടുത്തില്ലെങ്കിൽ തനിക്ക് പിന്നെ ഈ കൊല്ലം അഡ്മിഷൻ എടുക്കാൻ പറ്റില്ല. അഡ്മിഷൻ, വക്കീൽ പഠനം, അവളുടെ സ്വപ്നം പോലെ നടന്നത് തന്നെ. ഓർമ്മയുണ്ടല്ലോ തന്റെ അച്ഛന്റെ അവസ്ഥ? ആ അവസ്ഥയ്ക്കൊരു മാറ്റം വരണമെങ്കിൽ താൻ പഠിച്ചു വക്കീലായേ പറ്റൂ. എത്ര കഷ്ടപ്പെട്ടിട്ട് ഈ അഡ്മിഷൻ കിട്ടിയെന്നുള്ള കാര്യം താൻ മറന്നുപോയോ? എന്ന് വെച്ച് അച്ഛനെയും അമ്മയെക്കാൾ വലുതൊന്നും അല്ലല്ലോ LLB. വലുതാണ്. അവനവന്റെ കാര്യങ്ങളാ വലുത്. തന്റെ അച്ഛനും അമ്മയും ആത്മഹത്യ ചെയ്യാൻ പോയപ്പോ അവര് തന്നെ കുറിച്ച് ആലോചിച്ചോ? ഇല്ലല്ലോ. എല്ലാവർക്കും അവരവരുടെ കാര്യത്തിൽ സ്വാർത്ഥതയുണ്ട്. അതുപോലെ എനിക്കും തന്റെ കാര്യത്തിലും ഒരൽപ്പം സ്വാർത്ഥത കൂടുതലാണെന്ന് തലങ്ങ് കേട്ടിരിക്കോ? ആ ആ ആ ഇപ്പൊ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കിയേ. ഒരു തെറ്റും ചെയ്യാത്ത ശിവദാസൻ ജയിലിൽ കിടക്കുന്നു. യഥാർത്ഥ പ്രതികള് പുറത്തെവിടെയോ സുഖമായിട്ട് കറങ്ങി നടക്കുക. എന്നാലും അച്ഛൻ ഇങ്ങനെ ഒരു ബുദ്ധിമോശം കാണിക്കരുതായിരുന്നു. കഴിഞ്ഞതിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കാതെ. ഒരു തെറ്റും ചെയ്യാത്ത ശിവദാസന് ഇപ്പോ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നില്ലേ? അതൊക്കെ ഓർത്തപ്പോ ഒരു നിമിഷത്തെ ബുദ്ധിമോശം കൊണ്ട് സംഭവിച്ചു പോയതാ. പാവം ഇപ്പൊ അതോർത്ത് വിഷമിക്കുന്നുണ്ടാവും. ഒരു കുറ്റവും ചെയ്യാത്ത പാവം ശിവദാസൻ അനുഭവിച്ചതുപോലെ ഇനി മറ്റൊരാൾക്ക് വരാൻ പാടില്ല. അതാ മോള് ചിന്തിക്കേണ്ടത്. പാവങ്ങൾക്ക് നീതി കിട്ടാൻ വേണ്ടിയല്ലേ ചിന്നു വക്കീലാവാൻ തീരുമാനിച്ചത്? ആ തീരുമാനം എത്രയും പെട്ടെന്ന് പ്രാവർത്തികമാക്കണം. പാവങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്താനുള്ള പ്രാപ്തി നേടണം. ഇനി അതിനുള്ള തയ്യാറെടുപ്പുകൾ നോക്ക്. എല്ലാത്തിനും ഞാനുണ്ടാവും കൂടെ. മോളെ, നിന്റെ വിനയമാണ് നിന്റെ വിജയം. എല്ലാം നന്നായി വരും. ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാവും. ക്ലാസ് റൂമിൽ ഇരിക്കുമ്പോഴും എന്റെ മനസ്സ് ചന്ദ്രമ്മയുടെ കൂടെ ആയിരിക്കും. ചിന്നു, കോളേജിൽ പോകുന്നത് പഠിക്കാനാ, അല്ലാതെ ക്ലാസ് റൂമില് അടുക്കളയിൽ പാചകം ചെയ്യുന്ന എന്നെ ഓർത്തിരിക്കാനല്ല. ചിന്നു പഠിക്കാൻ പോകുന്നത് നിയമങ്ങളും അതിന്റെ സെക്ഷൻസും ഒക്കെയാ. നല്ല ഏകാഗ്രമായിട്ടിരുന്ന് പഠിച്ചാലേ തലയിൽ കയറും. അല്ലെങ്കിൽ 4-5 കൊല്ലം പഠിച്ച സർട്ടിഫിക്കറ്റ് വാങ്ങി കോടതിയിലെ എൻറോൾ ചെയ്യുമ്പോഴേ ബബ്ബ അടിക്കും. അല്ല, ചന്ദ്രമ്മയ്ക്ക് ഇതൊക്കെ എങ്ങനെ അറിയാം? ചന്ദ്രമ്മ എവിടെ വരെ പഠിച്ചിട്ടുണ്ട്? ചിന്നു, നാളെ ഇട്ടോണ്ട് പോകാനുള്ള ഡ്രസ്സൊക്കെ എടുത്തു വെച്ചോ നീ? അതൊക്കെ എപ്പോഴേ റെഡിയാക്കി വെച്ചു. ഡ്രസ്സും സർട്ടിഫിക്കറ്റുകളും എല്ലാം ഓക്കെ. ദേ, പഠിക്കാൻ പോകുന്നതൊക്കെ കൊള്ളാം. കുട്ടികളോടൊന്നും അധികം അടുപ്പം കൂടാനൊന്നും പോണ്ട. പോവുക, പഠിക്കുക, വരിക. ഓ, സമ്മതിച്ചു. അല്ല, ഞാൻ ചോദിച്ചതിന് ചന്ദ്രമ്മ മറുപടി പറഞ്ഞില്ലല്ലോ. ചന്ദ്രമ്മ ഒരുപാട് പഠിച്ചിട്ടുണ്ടോ? പിന്നെ
കോളേജിൽ പോകുമ്പോഴേ ഈ സുന്ദരി കൊച്ചിന്റെ പുറകെ കുറെ ചെക്കന്മാര് നടക്കും. അതിലൊന്നും പോയി വീണേക്കരുത്, പറഞ്ഞേക്കാം. ആ അല്ല, ചന്ദ്രമ്മയ്ക്ക് മക്കളൊന്നുമില്ലേ? എന്താ ചന്ദ്രമ്മ, ഞാൻ ചോദിച്ചത് വിഷമായോ? അങ്ങനെ നാളെ മുതല് നീ കോളേജിൽ പോയി തുടങ്ങുകയല്ലേ? ഒന്ന് നഷ്ടപ്പെടുത്തിയാലേ മറ്റൊന്ന് നേടാൻ പറ്റൂ. നാളെ ഇവിടെ കുറച്ച് വിരുന്നുകാരൊക്കെ കാണും. ഭക്ഷണമൊക്കെ നല്ല ഗ്രാൻഡ് ആയിട്ട് ഒരുക്കണം. ഒന്നിനും ഒരു കുറവും വരുത്തണ്ട. ആ, സഹായത്തിന് വേറെ ജോലിക്കാരെങ്ങാനും വേണമെങ്കിൽ വിളിക്കണം. എല്ലാം കൂടി ഒറ്റയ്ക്ക് സമയത്തുണ്ടാക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് ആലോചിച്ച് വേണം കാര്യങ്ങൾ ചെയ്യാൻ. നാളെ ആരാ ചന്ദ്രമ്മ വിരുന്നുകാര്? എനിക്കറിയില്ല. ചിലപ്പോ ചിന്നുന്റെ കോളേജിൽ പോക്ക് മുടക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കും. മോളിതൊന്നും കാര്യാക്കണ്ട.